ഇത് സ്വീറ്റ്സ് ആണെന്ന് തോന്നുന്നല്ലേ ഇവിടെ ഇരിക്കുന്നത്. നെഹാന അഗൈൻ ബുദ്ധൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇവിടുത്തെ ലോട്ടറി ഇതാണ്. ലോട്ടറി കണ്ടോ, സായി ഗവൺമെന്റ് ലോട്ടറി. ഇത് അഗൈൻ ബുദ്ധനാണ്. ഒഴിവാ അഗൈൻ ബുദ്ധ തന്നെയാണ്. നമ്മൾ ഗോൾഡൻ ട്രയാങ്കിൾ വരുമ്പോഴും ഇവിടെയും ബുദ്ധൻ തന്നെയാണ് കാണുന്നത്. ട്രയാങ്കിൾ കഴിഞ്ഞ ഷോപ്പിംഗ് ഏരിയ ആണ്. ഇവിടെ ഒരു ടെമ്പിൾ കണ്ടു, അവിടെയും ബുദ്ധൻ തന്നെയാണ്. ഇവിടെ മനുഷ്യൻ വിശന്ന് തളർന്ന് ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഇതൊക്കെ ക്രോസൻ സാൻഡ്വിച്ച്, അതുപോലെ തന്നെ ഷ്രെഡഡ് പോർക്ക്, ചില്ലി പേസ്റ്റ് സാൻഡ്വിച്ച്, ഇതൊക്കെയാണ്. ഇതൊന്നും നമുക്ക് പറ്റത്തില്ല കഴിക്കാൻ. ഇതെല്ലാം പച്ച മീനൊക്കെയാണ് അകത്ത് വെച്ചേക്കുന്നത്. അതുപോലെ ഇതെല്ലാം അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കാം ലഞ്ചായിട്ട്. ചക്കയും പഴവും 2 സ്നിക്കേഴ്സും. ഇതാകുമ്പോൾ ഫെമിലിയർ സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം വന്നിരിക്കുന്നത് ഒപ്പിയം മ്യൂസിയത്തിലാണ്. ഒപ്പിയം എന്ന് വെച്ചാൽ നമ്മൾ അറിയാമല്ലോ, ഒപ്പിയം ഫ്ലവർ എന്ന് വെച്ചാൽ കഞ്ചാവിൻ്റെ ഇതാണ്. അപ്പം കഞ്ചാവിൻ്റെ സംഗതിയാണ്. ഇവിടെ ചെടികളൊക്കെ കഞ്ചാവാണ് കേട്ടോ നിൽക്കണം. കഞ്ചാവ് ചെടിയാണ്. അപ്പം നമ്മൾ കയറുകയാണ്. ഇതിനുണ്ടാണ് കേട്ടോ ടിക്കറ്റ്. നല്ലൊരു രസമുള്ള ടിക്കറ്റ്സ് ആണ്. ഇതാണ് ടിക്കറ്റ്. നമുക്ക് കയറാം. വാവ്, ഇത് മനസ്സിലായല്ലോ. നമ്മുടെ ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്ന സംഗതികളാണ്. കഞ്ചാവ് വലിക്കുന്നതിൻ്റെ ബെസ്റ്റ് പൊസിഷൻ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ടാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഇത് നോക്ക്, കണ്ടോ, കഞ്ചാവ് ഇങ്ങനെ കിടന്ന് വലിക്കണമെന്നാണ് പറയുന്നത്. എങ്ങനെ ഇന്ത്യയിലായിരിക്കും പ്രൊമോട്ട് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇതിവിടെ കണ്ട സാധനങ്ങൾ നമ്മൾ എടുക്കുന്നത് മാത്രം. കഞ്ചാവ് എന്നും ഹാനികരമാണ്. ഇത് പഴയ കാലത്തെ ഇവരുടെ കഞ്ചാവ് തന്നെ ചെയ്യുന്ന ഓരോ സംഗതി. എന്താ അല്ലേ, അതിന് വരെ. അപ്പം ഇതേ നോക്ക്, എന്താന്ന് നമുക്കറിയത്തില്ല. ഇതെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ മ്യൂസിയം തന്നെയാണ് ഇതിൻ്റെ. ഈ പടത്തിൽ കാണുന്ന ആരാന്നൊന്നും അറിയത്തില്ല. ഇതും പുള്ളി ആരാണ്ട ആണ്. ഇത് ഗോൾഡൻ ട്രയാങ്കിളിന്റെ ഇത് അവരുടെ എന്തോ യുദ്ധത്തെ ഇതാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കാണിക്കാൻ വേണ്ടിട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പേടിച്ചു പോയി ഗൈസ്. ഞാൻ വിചാരിച്ചത് ഒറിജിനൽ ആളാണോ. ഞാൻ ഒരു നിമിഷം. ഇതാണ് ഇവിടുത്തെ ജയില്. ഓ,
കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. വേറൊരു സംഗതി കൂടി, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. എഫക്ട്സ് ഓഫ് ഒപ്പിയം. ഒപ്പിയം ഈസ് എൻ അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ദാറ്റ് ഡിപ്രസസ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ആസ് എ റിസൾട്ട് ഡ്രഗ് യൂസേഴ്സ് ബിക്കം അഡിക്റ്റഡ് ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി. ഷോർട്ട് ടേം എഫക്ട്സ് ഓഫ് ഒപ്പിയം ഇൻക്ലൂഡ് യൂഫോറിയ, ഡ്രൗസിനെസ്, ഇമ്പയർഡ് റിഫ്ലെക്സസ്, ഡിക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, മയോസിസ്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാം വരുന്ന അവരൊരു എന്താണ് ഒരു മുൻകൂറായിട്ട് സംഗതി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ബോധവും ഡെത്തും ഒക്കെ സംഭവിക്കാം. സോ ഒരിക്കലും ഒപ്പിയം യൂസ് ചെയ്യരുത്. ഇത് അവരുടെ ഒരു ട്രഡീഷനാണ്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരൊരു മ്യൂസിയം തന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ യൂസും അതിൻ്റെ യൂസ് ചെയ്യുന്ന മെഷീൻസും ഒക്കെ അതെ കണ്ടോ എല്ലാം. ഇനി അപ്സ്റ്റെയർ ഉണ്ട്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഒരിക്കലും ഒപ്പിയം പ്രൊമോട്ട് ചെയ്യോ ഒന്നും ചെയ്യണില്ല. ഇവിടുത്തെ മ്യൂസിയത്തിൻ്റെ ഒപ്പിയം യൂസ് ചെയ്തിട്ട് ഉള്ള ദോഷവശങ്ങൾ അവർ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇനിയിപ്പോൾ മുകളിലത്തെ അപ്സ്റ്റെയറിലോട്ട് പോവാണ്. ഇവിടെ എന്താണ് ഇത്? മെക്കോങ് ജയന്റ് ക്യാറ്റ് ഫിഷ്. മെക്കോങ് നദിയില്ലേ നമ്മൾ മുമ്പേ കണ്ടേ, അവിടുത്തെ ജയന്റ് ക്യാറ്റ് ഫിഷിനെ കുറിച്ചാണ് കേട്ടോ. ഇതാണ് ക്യാറ്റ് ഫിഷ്. നമ്മുടെ അവിടെ ഉള്ള മീൻ തന്നെ. അതൊരു ബോട്ടിലൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റാച്യു ആണ്. ഇവിടെ മൊത്തം സ്റ്റാച്യൂസ് ആണേ. അപ്പം വീണ്ടും ഓപ്പിയത്തിൻ്റെ ഓരോ സംഗതികളൊക്കെയാണ്. ഊതുന്നതും വലിക്കുന്നതും ഒക്കെയാണ് ഈ വെച്ചിരിക്കുന്ന പി ഒക്കെ. പിന്നെ ഇതെന്ന് വെച്ചാൽ അവർ ഇവിടെ എഴുതിയിരിക്കുന്നത് വെച്ചാൽ വാട്ടർ പൈപ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. യൂസ്ഡ് ഫോർ സ്മോക്കിംഗ്, കനാബിസ് ആൻഡ് ടൊബാക്കോ. പുകയിലയും കനാബിസും, പുകയില ഉൽപ്പന്നം ഒരു ഇതാണ് കനാബിസ്. അത് രണ്ടും വലിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പൈപ്സ് ആണ് ഇതെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. എന്തൊക്കെ കാണണം അല്ലേ. ടെറാക്കോട്ട ടൊബാക്കോ പൈപ്സ്. ടെറാക്കോട്ട വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള പൈപ്സുകൾ വലിക്കാൻ വേണ്ടി. അതാണിത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ട്രഡീഷൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഇത് ഒപ്പിയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു മ്യൂസിയം പോലും ആക്കി വെച്ചിരിക്കുന്നത്. ലൈഫിലല്ലേ. ഇത് ഓരോ ഫോട്ടോസ് ഒക്കെയാണ്. ഇവിടെ നമുക്ക് കഞ്ചാവ് വലിക്കുന്ന ഫോട്ടോസ് ഒക്കെ. മറ്റേ ഇത് ലോങ് നെക്ക് വില്ലേജിലെ ആൾക്കാരാണ് കേട്ടോ. ഈ നീളമാണ് അവരുടെ കഴുത്തിന്. അങ്ങനെയുള്ള വില്ലേജിലെ ആൾക്കാരാണ്. അവർ വലിക്കുന്ന ഫോട്ടോസും അവരുടെ ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പത്തെ സൈഡിൽ കുറേ അപ്പൂപ്പന്മാർ, ചൈനീസ് പോലെ കാണുന്ന അപ്പൂപ്പന്മാരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവരെ കാരാന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഓക്കെ, ഇവരുടെ കാര്യം എന്ന് വെച്ചാൽ മീൻ പീപ്പിൾ ഫോളോ ദ ബിലീഫ് ഓഫ് ആനിമിസം, റിലീജിയസ്ലി ബിലീവിങ് ഇൻ സ്പിരിറ്റ്സ്. സ്പിരിറ്റ്സിൽ വിശ്വസിക്കുന്ന കുറച്ച് മനുഷ്യരാണ്. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സ്പിരിറ്റ്സ് ആർ റെഫേർഡ് ആസ് ഗ്രേറ്റ് സ്പിരിറ്റ്സ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരെ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റ് സ്പിരിറ്റ്സ്. ദീസ് സ്പിരിറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഡ്രോയിങ്സ്. ഓൾസോ ഇന്നലെ കണ്ട ഡ്രൈവർ പറഞ്ഞ അവരുടെ ട്രൈബിൽപ്പെട്ടവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളുമാണ്. ഇത് അഖ ട്രൈബാണ് കേട്ടോ. അപ്പോൾ ആ പുള്ളി അഖ ട്രൈബിൽ പെട്ടിയാണെന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഇതിനെക്കുറിച്ചാണ്, ട്രൈബൽ ഇതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ വിമൺ ഇങ്ങനെയാണ് ഡ്രസ്സ്. അതുപോലെ മെൻ ഇത്, ചിൽഡ്രൻ ഇങ്ങനെ. അതുപോലെ ഈ ഇപ്പുറത്ത് കാണുന്ന, ഇനി ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ ലിസു ട്രൈബാണ്. അത് ടിബറ്റോ ബർമൻ ട്രൈബാണ് കേട്ടോ. അത് അവരുടെ ഡ്രസ്സിങ് ഇങ്ങനെയാണ് ആ ട്രൈബ്സിൻ്റെ. അതായത് വിമൺ ഇങ്ങനെ, മെൻ ഇങ്ങനെ, ചിൽഡ്രൻ ഇങ്ങനെ. ഓക്കെ ആണ്. ഹെച്ച്മോങ് എന്ന് പറയും, അല്ലെങ്കിൽ മിയോ, ഇവരുടെ പേരാണ്. ഇതും സിനോ ടിബറ്റൻ ഹിൽ ട്രൈബാണ് കേട്ടോ. അവരുടെ കാര്യങ്ങളൊക്കെയാണിത്. ഇത് കാരൻ അല്ലെങ്കിൽ കെറാങ് യങ്, ഇങ്ങനെയാണ് കേട്ടോ പേര് ഈ ട്രൈബ്സിൻ്റെ. അതുപോലെ ഇവിടെയും ഒരു വില്ലേജിൻ്റെ ഒരു പിക്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. ട്രൈബൽ വില്ലേജിൻ്റെ പിക്ചറാണ് കേട്ടോ ഇത്. അവർ ഇതിൻ്റെ പൈപ്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കഞ്ചാവ് വലിക്കുന്ന
പൈപ്പ്സ് ഒക്കെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലോ ഇതെന്താണ് ഇതെന്താണെന്ന് മനസ്സിലായില്ല. മെൻസിൻ്റെ പെനിസിൻ്റെ ഷേപ്പിലുള്ള ടോയ്സ് ഉൾപ്പെടെയാണ് കേട്ടോ ഈ കടകളിലൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ബാക്കി ഇതിവിടെ ഒപ്പിയം മ്യൂസിയത്തിലെ ഷോപ്പാട്ടോ. ഗൈസ്, അപ്പം നമ്മൾ ഇപ്പം വന്നിരിക്കുന്നത് വൈറ്റ് ടെമ്പിളിലാണ്. വൈറ്റ് ടെമ്പിൾ ഇതാണ് കേട്ടോ. വൈറ്റ് ടെമ്പിൾ ഈ കാണുന്നതാണ് വൈറ്റ് ടെമ്പിൾ. ഗൈസ്, നമ്മൾ വൈറ്റ് ടെമ്പിൾ എത്തി. ഇനി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ഇത്രയും ടെമ്പിൾ വന്നതിനകത്ത് ഇതാന്ന് തോന്നുന്നു ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ. സി, ഇങ്ങനെയാണ് കേട്ടോ കാണാൻ. ടിക്കറ്റ് പ്രൈസ് 200 രൂപയാണ്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. എന്നിട്ട് എനിക്ക് വിശക്കുന്നുണ്ട് വീണ്ടും. അപ്പം കഴിച്ചിട്ട് നമുക്ക് ബാക്കി എടുക്കാം. ഇതാണ് കേട്ടോ വൈറ്റ് ടെമ്പിൾ. ടിക്കറ്റ് ഇവിടെ നിന്ന് എടുത്തു. താങ്ക് യു. ടിക്കറ്റ് എടുത്തു. ഇതാണ് കേട്ടോ ടിക്കറ്റ്. കൊള്ളാം. ഇനി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഡയറക്റ്റ് കയറുകയാണ് ചെയ്യുന്നത്. ഐ തിങ്ക് നമ്മൾ എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്ഥലമൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഫുഡിൻ്റെ പ്രശ്നവും ട്രാവലിൻ്റെ പ്രശ്നവും അല്ലാണ്ട് വേറെ ഒന്നും പ്രശ്നമായിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ടെമ്പിള്. നോക്ക്, എന്ത് പീസാണേ. ഇതിനകത്ത് ഫിഷസ് ഉണ്ട്. ഈ ഫ്രണ്ടിലുള്ള ഈ പോണ്ടിൽ ഫിഷസ് ഒക്കെ ഉണ്ട് കേട്ടോ. താഴത്ത് കാണിക്കുന്നതിന്. അപ്പം നമ്മളുടെ വൈറ്റ് ടെമ്പിളിൽ കയറാൻ പോവാം കേട്ടോ. വൈറ്റ് ടെമ്പിള് അല്ല, നല്ല രസമുണ്ട് കാണാൻ മൊത്തത്തിൽ. ഇവിടെ ഇത് നോക്ക്, കൊള്ളാം. ആകെ ഇത് മൊത്തം ഫിഷസ് ആണ് കേട്ടോ. ഇതിനകത്ത് ഈ കുളത്തിൽ നിറയെ ഫിഷസാണ്. കളർ മത്സ്യങ്ങളാണ് മൊത്തം. ഇനി നമുക്ക് ടെമ്പിളിലോട്ട് കയറാം. ടെമ്പിളിന്റെ 2 സൈഡിലായിട്ട് കൈകളാണ് ഇങ്ങനെ. കണ്ടോ? മെയിനായിട്ട് 2 സൈഡ് കൈകളാണ് കേട്ടോ. ഇങ്ങനെ കേറുമ്പോ താഴോട്ട് ഇറങ്ങരുതെന്ന് എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. 1 വേ ആണ്. ഇതെല്ലാം ഗ്ലാസസും ഒക്കെയാണ്. നല്ല രസമുണ്ട്. ഇതിനുള്ളിലും പ്രത്യേകിച്ച് ഉള്ളതെന്ന് വെച്ചാൽ ബുദ്ധയാണ് കേട്ടോ. ഇവിടെ ഷൂസ് കവർ കൊണ്ടുപോവാ. എടുക്ക ഇങ്ങോട്ട്. ശരി, ഇവിടെ എക്സിറ്റ് ഇങ്ങനെ. പിന്നെ ഇവിടെ എന്താണ് എക്സിറ്റ് ആണ് ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാൻ.
കയറിയിടം വഴി ഇറങ്ങിക്കൂടാ, അത് ഇവിടുത്തെ ഒരു കഷ്ടമാട്ടോ. ഇതുവഴിയാണ് അതുകൊണ്ട് എക്സിറ്റ്. നമ്മളപ്പം എക്സിറ്റിൻ്റെ അടുക്കിലോട്ട് പോയി, നമുക്ക് ഇറങ്ങാം. സോ നമ്മൾ വൈറ്റ് ടെമ്പിൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇനി പോവാം. അപ്പം ഇത് കഴിഞ്ഞു. താഴോട്ട് പോവരുത്, അതാണ് ഇവിടുത്തെ റൂള് കേട്ടോ. കയറാൻ മാത്രമാണ് അവിടെ ആണ് ഇറങ്ങണേ. അതുപോലെ അടിയിലും ഉണ്ട് കേട്ടോ ഒരു ഫൗണ്ടെയിൻ. ഇതിനകത്ത് നിറയെ ഫിഷസ് ആണ്. ദെൻ നമുക്ക് നമ്മൾ പോവാണ്, ഇറങ്ങുവാണ്. അതുപോലെ ഈ ടെമ്പിളിൽ തൊട്ടടുത്തുള്ള ഒരു കിണറാണിത്. കിണറിൽ കോയിൻസ് ഇടും. കോയിൻസ് ഇട്ട ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ഒരു കിണറാണ് കേട്ടോ. നോക്കിക്കോ, കോയിൻസ് ഇട്ട് പ്രാർത്ഥിക്കുന്നതാണ്. കണ്ടോ, ഇവിടുന്ന് ഇവിടുത്തെ ഒരു നമ്മുടെ ടോർട്ടിലാസ് ഒക്കെ പോലെ ഇവിടുത്തെ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അതുപോലെ ആ പപ്പട്, അതുപോലെ ചീസ് കേക്ക്, ഇത്ര എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്സ് ഒക്കെ നടത്തി. പിന്നെ നമ്മുടെ ഇതും ഇവിടെ നിന്ന് ചോക്കോ ചിപ്സും അതുപോലെ മാംഗോസ്, അതൊക്കെ എനിക്കിപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വിശക്കുന്നില്ല, ലഞ്ച് കഴിച്ചില്ല, വേറെ കിട്ടിയില്ല ഇന്ത്യൻ ഫുഡ്. സോ നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു. താങ്ക് യു. അപ്പം ഇന്നത്തെ കാഴ്ചകളെല്ലാം അവസാനിച്ചു. അതുപോലെ തന്നെ നമ്മുടെ തായ്ലൻഡിലുള്ള ഫൈനൽ ഡേ ആയിരുന്നു, ഫൈനൽ ഡെസ്റ്റിനേഷനും ആയിരുന്നു. ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഇതാണ്. അടുത്തുള്ള ഏതോ ഒരു ഇതാണ്, എനിക്കൊന്ന് ടോയ്ലറ്റാണ് ബാക്കിൽ. ഇത് എന്തോ റൂംസ് ഒക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പം അവിടെ നമ്മൾ വന്നിരുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പും കാര്യങ്ങളും എല്ലാം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇത് ലാസ്റ്റ് ഡേ ആണ്. നാളെ രാവിലെ നമുക്ക് ബാങ്കോക്കിലോട്ട് ഫ്ലൈറ്റ്, ബാങ്കോക്കിൽ നിന്ന് നേരെ ഡൽഹിക്ക് ഫ്ലൈറ്റ്, ഡൽഹിയിൽ നിന്ന് നേരെ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ്. അത് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. വീട്ടിൽ ചെന്നിട്ട് വേണം ഗൈസ് കുറച്ച് ചമ്മന്തിയും ചോറും തൈരും ഒക്കെ കഴിച്ച്, ചോറ് കഴിക്കാൻ വേണ്ടി കുറച്ച് മത്തി വറുത്തതൊക്കെ കൂട്ടി കുഴഞ്ഞു. ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് വലഞ്ഞു ഞങ്ങൾ. ബാക്കിയെല്ലാം അടിപൊളിയാണ്, പക്ഷേ ഫുഡ് നമ്മുടെ തന്നെയാണ് കേട്ടോ പറ്റത്തുള്ളൂ. അതിന് ഇനി ഒരു റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല. സോ വീട്ടിൽ ചെന്ന ഉടനെ കുറച്ച് ചമ്മന്തിയും തൈരും മത്തി പൊരിച്ചതൊക്കെ കൂട്ടി ചോറ് കഴിക്കണം. സോ ഇന്ന് നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. നാളെ നേരെ ബാങ്കോക്കിലോട്ട്, അവിടെ നിന്ന് നേരെ ഡൽഹിക്ക്, ഡൽഹിയിൽ നിന്ന് നേരെ ട്രിവാൻഡ്രം. ഓക്കെ, ബൈ.